സ്കോളർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പോസിഷന്റെ ബാക്കി ഭാഗങ്ങളായ ബിറ്റ്വീൻ, എമംഗ്, ഡൗൺ, ബിസൈഡ്സ്, ബിസൈഡ് എന്നിവയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ. അതായത് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് സ്പേസ്, ലിമിറ്റ്സ് തുടങ്ങിയിട്ടുള്ള പൊസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ബിറ്റ്വീൻ. ഫോർ എക്സാമ്പിൾ, എ റിവർ ഫ്ലോസ് ബിറ്റ്വീൻ ഇറ്റ്സ് ബാങ്ക്സ്. ഹൗ മെനി സ്റ്റേഷൻസ് ആർ there between Delhi and Sonipat? അടുത്ത ഉപയോഗം സമയത്തെ സൂചിപ്പിക്കാൻ, സമയത്തിന്റെ പൊസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ബിറ്റ്വീൻ. To indicate position in time. For example, please come between 2 o'clock and 3 o'clock. അടുത്ത ഉപയോഗം രണ്ട് വ്യക്തികളുടെ ഇടയിൽ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെ ഇടയിൽ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ബിറ്റ്വീൻ. ഫോർ എക്സാമ്പിൾ, ഷെയർ ദ മണി ബിറ്റ്വീൻ യു ആൻഡ് യുവർ സിസ്റ്റർ. അടുത്ത ഉപയോഗം കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടി ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. ടു ഇൻഡിക്കേറ്റ് കണക്ഷൻ ഓർ റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ, ദ റിലേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് പ്യൂപ്പിൾ ഈസ് ഹോളി. അടുത്തത് എമംഗ്. എമംഗ് എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്ന് തന്നെയാണ്. രണ്ടിൽ കൂടുതൽ വ്യക്തികളുടെ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വസ്തുക്കളുടെ ഇടയിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ എമംഗ് ഉപയോഗിക്കുന്നത്. To indicate sharing in more than 2 persons. For example, the headmaster distributed the question papers among the students. മറ്റൊരു ഉദാഹരണം, Pram is the cleverest among the boys. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എമംഗ് എന്ന് പറയുന്നതും ബിറ്റ്വീൻ എന്ന് പറയുന്നതും ഇടയിൽ എന്നാണ്. രണ്ട് വ്യക്തികളുടെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെ ഇടയിൽ എന്ന് പറയുമ്പോഴാണ് പ്രത്യേകിച്ച് നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുക. രണ്ടിൽ കൂടുതൽ വ്യക്തികളുടെ ഇടയിൽ അല്ലെങ്കിൽ വസ്തുക്കളുടെ ഇടയിൽ എന്ന് പറയുമ്പോഴാണ് എമംഗ് ഉപയോഗിക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, രണ്ടിൽ കൂടുതൽ വ്യക്തികളുടെ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വസ്തുക്കളുടെ ഇടയിൽ എന്ന് പറയുവാൻ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം. എങ്ങനെയാണ് എങ്കിൽ അവിടെ ഡെഫിനിറ്റ് നമ്പർ വെളിപ്പെടുത്തുകയാണെങ്കിൽ, ഒരു നിശ്ചിത എണ്ണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എമംഗിന് പകരം നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. The match was held between Kerala, Karnataka and Tamil Nadu. ഇവിടെ കേരള, കർണാടക, തമിഴ്നാടു എന്ന 3 സംസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബിറ്റ്വീൻ ആണ്, എമംഗ് അല്ല. 3 എണ്ണമായിട്ട് പോലും നമ്മൾ അത് ബിറ്റ്വീൻ ഉപയോഗിക്കാൻ കാരണം അവിടെ ഡെഫിനിറ്റ് നമ്പർ വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. അടുത്ത പ്രിപ്പോസിഷൻ ബിസൈഡ്. അരികിൽ, സമീപത്ത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ബിസൈഡ് ഉപയോഗിക്കുന്നത്. ദ പ്രിപ്പോസിഷൻ ബിസൈഡ് മീൻസ് അറ്റ് ദ സൈഡ് ഓഫ്. ഫോർ എക്സാമ്പിൾ, കം ആൻഡ് സിറ്റ് ബിസൈഡ് മീ. ഹി ഓൺസ് എ ഹൗസ് ബിസൈഡ് ദ ലേക്ക്. രണ്ടാമത്തെ ഉപയോഗം താരതമ്യം ചെയ്യാൻ, ഗുണത്തെ, വ്യക്തികളുടെയും വസ്തുക്കളുടെയും ഒക്കെ ഗുണത്തെയൊക്കെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസൈഡ് ഉപയോഗിക്കാറുണ്ട്. It also means in comparison with. For example, he is quite tall beside his sister. My work is poor beside yours. അടുത്ത പ്രിപ്പോസിഷൻ ബിസൈഡ്സ്, കൂടാതെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. It means in addition to or as well as. For example, there were 5 of us besides Ram. She has 5 other hats besides the one she is wearing now. അടുത്ത പ്രിപ്പോസിഷൻ beyond. On the other side of എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് beyond. It is used of space, meaning on the other side. For example, my house is beyond the clock tower. രണ്ടാമത്തെ ഉപയോഗം rather than
അതിലുപരി എന്നുള്ള അർത്ഥത്തിൽ, അതിനേക്കാൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ബിയോണ്ട്. ഫോർ എക്സാമ്പിൾ, ഹിസ് ഗിൽറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് ബിയോണ്ട് ഡൗട്ട്സ്. അടുത്ത പ്രിപ്പോസിഷൻ ഡൗൺ. ഡൗൺ എന്ന് പറയുന്നത് അപ്പിന്റെ ഓപ്പോസിറ്റ് ആണ്. ഫ്രം എ ഹയർ ലെവൽ ടു എ ലോവർ ലെവൽ, ഉയർന്ന തലത്തിൽ നിന്നും താഴെ തലത്തിലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ഡൗൺ. ഫോർ എക്സാമ്പിൾ, വി റാൻ ഡൗൺ ദ ഹിൽ. ഹെർ ഹെയർ വാസ് ഹാങ്ങിങ് ഡൗൺ ഹെർ ബാക്ക്. ഡൗണിന്റെ മറ്റൊരു മീനിങ് അലോങ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അങ്ങോളം ഇങ്ങോളം, മീനിങ് അലോങ്. ഫോർ എക്സാമ്പിൾ, as I was walking down the street, I saw my old friend. പ്രിപ്പോസിഷന്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.